ഇപ്പൊ ആദ്യം സ്കൂളിൽ പോകുമ്പോഴാണ് ഈ വേർതിരി സത്യം പറഞ്ഞാൽ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ മുസ്ലിംസിന് ഒരു സ്കോളർഷിപ്പ്, SC/ST-ക്കാർക്ക് അത്രയും വലിയ സ്കോളർഷിപ്പ്, അങ്ങനെ ജാതി തിരിച്ചിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി. ഞാൻ ആദ്യമായിട്ട് ജാതി പഠിക്കുന്നത് അവിടെ നിന്ന്. അപ്പൊ അത് ആദ്യം മാറ്റണം, 100% മാറ്റണം. SC-ക്കാർക്ക് ആദ്യം ജോലി. എന്താ, ഞങ്ങളും പഠിക്കുന്നവരല്ലയോ? അതെ. അപ്പൊ പ്രിവിലേജ് ആർക്കാ അവിടെ? ആർക്കാ പ്രിവിലേജ്? സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് പ്രിവിലേജ് ആർക്കാണ്? ആർക്കാ? SC-ക്കാർക്ക്. അപ്പോൾ ഈ വേടം പറയുന്നതിനകത്ത് എന്തുവാണ് ന്യായം? പറ. പക്ഷെ വേടം പറയുന്നത് അവര് അങ്ങനെയല്ല പറയുന്നത്. വേടം പറയുന്നത് എല്ലാ ജാതിക്കാരും ഒരേപോലെ ആക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് അതാണോ? പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ DNA ഏത് ജാതിയിലാണ് പറയുന്നത്? DNA കുറിച്ച് പറയുന്നത് പറ. നമ്മൾ അങ്ങനെ മാറ്റി പറയരുത്. നമ്മൾ ആ പയ്യൻ പറയുന്ന എന്താണോ അതിൽ നിൽക്കൂ. നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലോറിഫൈ ചെയ്യും. പാട്ടിലൂടെയാണ് പറഞ്ഞത്. അത് തന്നെ. പാട്ടിൽ അയ്യങ്കാളി ഏത് ജാതിയാണ്? അവൻ പറയുന്നത് അത്രയും പറയാം. അയ്യങ്കാളി വലിയ വണ്ടി ഏത് സംഭവമാണ്? ഏത് സംഭവം? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ആ പയ്യൻ പറയുന്ന പർട്ടിക്കുലർ വിഷയമാണ് അല്ലേ? അപ്പോൾ ആ വിഷയത്തിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ ആ വിഷയം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെന്നോ പോയ കാര്യമാണ്. അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ? എന്താണെന്നറിയാമോ? ഈ ബ്രാഹ്മൺസിൽ നമുക്കറിയാവുന്ന കുറേ പേരുണ്ട്. അതൊരു സത്യമായ കാര്യമാണ്. അവരാണ് സത്യത്തിൽ ഇപ്പം പട്ടിണി കിടക്കുന്നതും ദാരിദ്ര്യപ്പെടുന്നതും. പണ്ടത്തെ മേൽക്കോയ്മയൊന്നും ഇല്ല. സീരിയസ്ലി മനസ്സിലായി. അവരാണ് പല അഗ്രഹാരങ്ങളിൽ ചെന്ന് നോക്കൂ. അവരാ പ്രതാപം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അവരാണ് പട്ടിണി കിടക്കുന്നത്.